ഭീകരരുടെ നീചമായ ആക്രമണത്തിൽ വിധവകളാക്കപ്പെട്ടവർക്ക് നീതി നടപ്പാക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത്. വിജയകരമായി പൂർത്തിയാക്കിയ ഈ മിഷന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തോട് ലോകത്തോട് വിശദീകരിച്ചത് 2 വനിതാ സൈനിക ഓഫീസർമാരും കേണൽ സോഫിയ ഖുറേഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും പരിചയപ്പെടും. പാകിസ്ഥാനെതിരായ സൈനിക നടപടി വിശദീകരിക്കാൻ ഇതാദ്യമായി രാജ്യം നിയോഗിച്ചത് 2 വനിതാ ഉദ്യോഗസ്ഥരെ, കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. പഹൽഗാമിൽ പുരുഷന്മാരെ മാത്രം തെരഞ്ഞുപിടിച്ച് ഭീകരർ കൊലപ്പെടുത്തിയപ്പോൾ ആ മണ്ണിൽ രക്തത്തിനൊപ്പം അവർക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീകളുടെ കണ്ണീരും കുതിർന്നു. ആ കണ്ണീരിന് രാജ്യം നൽകിയ മറുപടി രാജ്യത്തോട് വിശദീകരിച്ചത് ഈ 2 വനിതാ സൈനികോദ്യോഗസ്ഥർ. പാകിസ്ഥാൻ में पिछले 3 दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा है. इसमें रिक्रूटमेंट, इंडोक्ट्रिनेशन सेंटर्स, ट्रेनिंग एरियाज व लॉन्च पैड शामिल थे. സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് ഗുജറാത്ത് സ്വദേശിയായ കേണൽ സോഫിയ ഖുറേഷി. മുത്തശ്ശന്റെ പാത പിന്തുടർന്ന് സൈന്യത്തിലെത്തിയ സോഫിയയുടെ ഭർത്താവും സൈനിക ഓഫീസറാണ്. 2016-ൽ എക്സസൈസ് ഫോഴ്സ് 18 എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷി. 2006-ൽ കോങ്കോയിലെ UN പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ സൈനിക നിരീക്ഷകയായി സോഫിയ ഖുറേഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. Indian Armed Forces are fully prepared to respond to Pakistani misadventures, if any, that will escalate this situation. കുട്ടിക്കാലത്തു കണ്ട സ്വപ്നത്തിൽ നിന്നാണ് വ്യോമസേനയിലേക്കുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെ യാത്ര തുടങ്ങിയത്. ആകാശവുമായി ബന്ധിപ്പിക്കുന്ന വ്യോമിക എന്ന തന്റെ പേരിന്റെ അർത്ഥം ആഗ്രഹവുമായി കൂടുതൽ ബന്ധിപ്പിച്ചു. ആദ്യം വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി. 2019 ഡിസംബർ 18-ന് ഫ്ലൈയിംഗ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷണർ. ന്യൂസ് ഡെസ്ക് 24.